ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഒരു പുതിയൊരു ക്യാരക്ടർ, അതായത് പുതിയല്ല ഗൈസ്, നമ്മുടെ ചാപ്റ്റർ 3 നമ്മുടെ UG എന്നാണ് ഗൈസ് നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് ഇപ്പോഴത്തെ. ഓക്കെ, ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. UGയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ UG ഒരാവശ്യം കൊണ്ട് നമ്മുടെ സിറ്റിയിൽ നിന്ന് കൺട്രി സൈഡിലോട്ട് മാറുകയാണ് ഗൈസ്. അപ്പം അന്ന് ആ സിറ്റിയിൽ കറണ്ട് പോവുകയാണ് ഗൈസ് രാത്രിയായപ്പം. പിന്നെ നല്ലൊരു മഴയും ഉണ്ടായിരുന്നു ഗൈസ്, നല്ല മഴയും ഇടിമിന്നലും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം UG അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഡോറിലാരോ നോക്ക് ചെയ്യുന്നത് ഗൈസ്. UG ഇത് ആരാണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മുടെ UGക്ക് ഓർമ്മ വന്നത് UGയുടെ വൈഫ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ UGയുടെ വൈഫാണെന്ന് പറഞ്ഞ് പോയി തുറന്നപ്പോൾ ഗൈസ് ഒരു ബ്ലാക്ക് കളർ മാസ്ക് ഇട്ടിട്ട് ആയിരുന്നു ഗൈസ്. നമ്മുടെ സൈക്കോ കില്ലർ ആയിരുന്നു ഗൈസ്. അത് നമ്മുടെ UGനെ അവിടെ ഇട്ട് അടിച്ചൊരു പരിവാക്കി ഗൈസ്. അങ്ങനെയാണ് ഗൈസ് നേരെ ഇവിടെ വന്നിരിക്കുന്നത് ഗൈസ്. അങ്ങനെ അവിടെ നിന്നാണ് ഗൈസ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡോർ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിന് ശേഷം ഇവിടെ മുകളിലോട്ട് ഗൈസ് ഇവിടെ ഒരു ബൾബുണ്ട് ഗൈസ്. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. ഒരു ഡ്രോയർ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ലോക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരിതാണ്. ഇവിടെ ഒരു ലോക്കറുണ്ട് ഗൈസ്. ഇതിന് കീ വെച്ചാണ് ഗൈസ് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഇതൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണും ഗൈസ്. ഒന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഗെയിമിൽ കുറേ സീക്രട്ട് എൻഡിങ്ങൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് പയ്യെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട്സൊക്കെ ഇടാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്. ഈ ബ്രൂണ് തിരിച്ചു വയ്ക്കും ഗൈസ്, അല്ലെങ്കിൽ അത് നമ്മുടെ തലക്കിട്ട് കൊട്ടും. ഓക്കെ, ഇവിടെ ഒരു ആക്സ് ഉണ്ട് ഗൈസ്, ഹാൻഡിലില്ലാത്തൊരു ആക്സ്. ഇതിൻ്റെ അകത്ത് എന്താണ്, എന്തോ ഒരു കീ ഉണ്ട് ഗൈസ്. അതിന് നമുക്ക് ബോൾട്ട് അഴിക്കണം. ഇവിടെ ഒരു കിണറുണ്ട് ഗൈസ്, അതിൻ്റെ ഹാൻഡിലില്ല. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കി പട്ടി എല്ലാം ചാടി വന്നു ഗൈസ് എല്ലാം. ഓക്കെ ഗൈസ്, ഇത് മിക്കവാറും ആ ലോക്കറിൻ്റെ കീ ആയിരിക്കും ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിൽ കണ്ട റൂമിൻ്റെ കീ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ലോക്കറിൻ്റെയാണ് ഗൈസ്. ലോക്കറിൻ്റെ കീ എടുത്ത് ലോക്കർ തുറന്നപ്പോൾ നമുക്ക് വേറൊരു കീ കിട്ടി ഗൈസ്. അപ്പോൾ ഈ കീ മിക്കവാറും നമ്മൾ ഇത്തിരി മുമ്പ് തുറന്നു. ഓക്കെ, അവിടെ ഒരു ഡോറുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ആൾ ഷട്ടപ്പെന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരെയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാം. ഓക്കെ, അണ്ണ ഇങ്ങോട്ട് നടന്ന് വരെയാണ്. ഓക്കെ, നമ്മളിവിടെ ഒളിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടേ ഇല്ല, കാരണം എനിക്ക് എടുക്കാനായിട്ടൊന്നും കിട്ടിയതുമില്ല. ഓക്കെ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എണ്ണം പോവുകയാണ്. ഇതിൻ്റെ പെട്ടെന്ന് പോണോ? ഏത് പയ്യെ നടന്നു പോവുകയാണ്. നമുക്ക് പുറത്തിറങ്ങണം, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. പെട്ടെന്ന് പോകണോ? ഓക്കെ, നമ്മൾ ഈ വാതിലൊക്കെ അങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ തന്നെയാണ്. ഈ ഡോറിൻ്റെ അല്ല ഗൈസ്, അവിടെ ഒരു ഡോറുണ്ട് ഗൈസ്, അതിൻ്റെ ആയിരിക്കും ഗൈസ് മിക്കവാറും നമ്മുടെ ഈ ഒരു കീ. ഇതിനകത്തെന്തോ ഇത് കിടക്കുന്നു ഗൈസ്. ഇവിടെ അല്ലേ ഗൈസ് നമ്മുടെ അലനെ നമ്മൾ രക്ഷിച്ചത്. ഓക്കെ, അതെല്ലാം അടുത്തടുത്താണ് ഗൈസ് എല്ലാ പരിപാടി. ആദ്യം എനിക്കൊരു കീ മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ അത് തുറന്നപ്പോൾ ആ തലാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഗൈസ്. ഇതെന്ത് വയ്യ ഗൈസ്, എന്താ? ഓക്കെ, ഇതിവിടെന്നാണ് അലാറൊക്കെ വന്നത്. എടാ, ഇത് നിൻ്റെ സ്വന്തം വീടല്ലേടാ, പിന്നെ എന്താടാ? ഇത് ഇതിൻ്റെ ആണ്. നമുക്ക് ആദ്യം ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത് മിക്കവാറും ആ അലാറം ഓഫ് ചെയ്യേണ്ട പരിപാടിയായിരിക്കും, കാരണം അവിടെ സൈഡിൽ ഞാൻ ഇതേപോലെ ഒരു ഹാൻഡിൽ ഇല്ലാത്തൊരിത് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്താടാ? അയ്യോ, ആൻ്റെ ഞാനൊന്നും എടുത്തില്ല, ഇതൊന്നും കിട്ടിയില്ല. എടാ, അവിടെ എന്ത് ബൾബൊന്നും കത്തുന്നില്ലേ? ഞാൻ ഇവിടെ നിന്ന് ഒരു ബൾബ് കൂടി തരാം. കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പോവുകയാണ് ഈ പെട്ടെന്ന്. ഓക്കെ, ഈ ഹാൻഡിൽ മിക്കവാറും ഇതിൻ്റെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇതിൻ്റെ തന്നെ. ഓക്കെ, പരിപാടി അത് തന്നെയാണ് ഗൈസ്. ഓക്കെ, എന്താടാ ഞാൻ ഡോർ തുറന്നു അടച്ചും കളിക്കുന്നടാ, വാടാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ഗൈസ്. നേരത്തെ ഒരു സാധനം കിട്ടിയായിരുന്നു, ചെയറൊക്കെ ഞാൻ എടുത്ത് ഗൈസ്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒളിക്കാൻ നല്ലൊരു സ്ഥലമാണെന്ന് പറയുകയാണ് ഗൈസ്. ഓക്കെ, ആറ്റിക്കിലോട്ട് പോകാൻ ബൾബില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൈസ് ഈ ചെയർ എടുത്തുകൊണ്ട് നമ്മളെ റൂമിൽ ഒരു ബൾബ് ഉണ്ടായിരുന്നു ഗൈസ്. അതാണ് കളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൾബ് എടുക്കാം.
ഓക്കെ, നമുക്ക് നമ്മുടെ ലൈറ്റ് ബൾബ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അത് നടക്കണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ചെയർ ഇവിടെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ ബൾബ് മുകളിൽ കൊണ്ടിടാം. ഓക്കെ, ബൾബ് അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ബൾബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ലൈറ്റ് ഇടാം. ഓക്കെ, നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ക്ലോസ്ഡ് സൂട്ട് കേസ് ഇവിടെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു ഡ്രോയർ ഇരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് വേറെ ഇവിടെ എന്തോ ഒരു ചട്ടി ഇരിക്കുന്നു. ഓക്കെ, എന്താ വേസ്റ്റാണ് ഗീസ്. ഓക്കെ, ഈ ഡ്രോയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്തോ കുട്ടി കഴിക്കുന്നു. ഓക്കെ, പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് എന്തോ ടോയ്സ് എല്ലാം ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സൈക്കോ ഒരു കൊച്ചു കുട്ടിയാണ് ഗീസ്. ഓക്കെ, നമുക്ക് വ്രഞ്ചാണ് ഗീസ് കിട്ടിയത്. ഈ വ്രഞ്ച് വെച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് കീ കിട്ടിയിട്ടുണ്ട്. ഈ കീ മിക്കവാറും ഈ റൂമിൻ്റെ ആയിരിക്കും ഗീസ്, ഞാൻ പറയുന്നു. ഓക്കെ, എന്താണ് അവിടെ ഇട്ടിട്ടു? പ്രത്യേകിച്ച് ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. എന്താണിത്? സോസേജ് സോസേജ് എന്താ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തങ്ങ് തിന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഷേപ്സ് ഒക്കെ ഉണ്ട് ഗീസിൽ. സ്റ്റാർ ഗീസ്. അപ്പോൾ ഒരു ഫയർ എപ്പോഴും തുറന്നാണ് ഇരിക്കുന്നത്. ഈ ഫയർ നമ്മൾ വന്നപ്പോഴേ തുറന്നാണ് ഇരിക്കുന്നത്. അത് മറക്കരുത്. മറന്നാൽ നമുക്ക് പണിയാം ഗീസ്. ഇവിടെ ലൈറ്റ് ഇട്ടപ്പോൾ അപ്പുറത്ത് മിക്കവാറും നമ്മളവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു ഗീസ്. അത് നമുക്ക് നോക്കാം. വാതിൽ അടച്ചിട്ടാറാം. എന്താണ് 281? ഓക്കെ, ഇത് മിക്കവാറും നമ്മുടെ ഈ ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നല്ലോ ഗീസ്, ഒരു മെറ്റൽ ബോക്സ്. അതിൻ്റെ ആയിരിക്കും ഗീസ്. 281. ഓക്കെ, 281. ഓക്കെ, സെറ്റാണ് ഗീസ്. ലൂബ്രിക്കൻ്റ് ഇതെന്തിനാണ് ഗീസ്? എനിക്കറിഞ്ഞൂടെ. ഓക്കെ, ഇതിലെല്ലാം ഇടാൻ പറ്റും. അതിനൊരു ഹാൻഡിൽ മിസ്സിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ സണ്ണം വന്ന് പണിയുന്നവളെ. എന്താണ് ഇവിടെയാണ് ലൂബ്രിക്കൻ്റ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ഒരു കട്ടിങ് പ്ലെയർ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് കട്ടിങ് ഇതിൻ്റെ അതൊന്നും. അയ്യോ, എന്തൊരു സ്റ്റിക്ക് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെടുക്കാം. ഓ, ഇതിനായിരിക്കും ഗൈസ് നമുക്ക് ഈ ബ്രൂം ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, എല്ലാം ക്ലീൻ ചെയ്തെന്ന് തോന്നുന്നു ഗൈസ്. ഡോർ അടയ്ക്കാം, നമുക്ക് ബ്രൂം ഉണ്ടാക്കാം. നേരെ ഓടിപ്പോകാം ഗൈസ്. സമയം പോവുകയാണ് ഗൈസ്. മിക്കവാറും ഇപ്പം വന്ന് നമ്മളെ പിടിക്കുന്നു. ഇല്ല, സീനൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഷർട്ടൊക്കെ ഒന്ന് പറഞ്ഞത് പട്ടി കിടന്ന് ഗൈസ്. ജർമ്മൻ ട്രെയിൻഡാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ അണ്ണ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ കമൻറ്റ് ഇപ്പം ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് ആ കമൻറ്റ്. കോൾ മൈ നെയിം എന്നാണ് ഗൈസ്, ഈശാൻ എന്നാണ് ഗൈസ് പേര്. നമ്മുടെ അണ്ണ അവിടെ പോയി നോക്കുന്നുണ്ട്. സോസേജ് കാണുന്നില്ല എന്ന് ഗൈസ്. എടാ വിശന്നപ്പം തിന്നാടാ. അയ്യോ, എടാ ഇടിക്കലടാ. അയ്യോ അയ്യോ, ആർക്കും വേണ്ടാത്തൊരു സോസേജ് ഇന്നേലാണ് ഈ സമയം ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ജാതി സൈക്കോ ഗീസ്, മാരക സൈക്കോ ഗീസ്. അവിടെ ആർക്കും വേണ്ടാതെ ഇരുന്ന ഒരു സോസേജ് എടുത്ത് തിന്നേലാണ് ഗീസ് അവൻ എന്നെ അടിച്ചിങ്ങനെ ഒരു പരിവാക്കിയത് ഗീസ്. ഓക്കെ, നമുക്ക് പയ്യെ ഡോറങ്ങ് തുറക്കാം. സെറ്റാണ് ഗീസെല്ലാം. പിന്നെ സോസേജ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടോ എന്തോ ഗീസ്. പിന്നെ ഉണ്ടെങ്കിലും ഞാൻ തിന്നൂല ഗീസ്. ഒന്ന് കിട്ടിയപ്പോൾ മനസ്സിലായി. ഓക്കെ, നമുക്ക് സോസേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ലേറ്റ് ഓണായിട്ടല്ലേ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ ഡോർ ഇത്രയും പോകുന്നപ്പോൾ ഓൾഡ് ഡോർ നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ പറ്റി. ഓൾഡ് ഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ഇവിടെ നിന്ന് കിട്ടി. ഓക്കെ, ഇതിവിടെ നിന്ന് മിക്കവാറും നമ്മൾ ഇതിനു മുമ്പ് അവിടെ ഒരു ഡോർ നോക്കിയപ്പോൾ ഒരു ഡ്രോയർ നോക്കിയപ്പോൾ ഹാൻഡിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇത് അവിടുത്തെ ഒരു ഡ്രോയറാണ്. ഓക്കെ, അപ്പം നമുക്ക് അത് സെറ്റ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ,
അണ്ണ ഇങ്ങോട്ട് വരെയാണ് ഈ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ഇവരെങ്ങോട്ട് തോന്നി അവിടെ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആകെ ഞാനൊരു ഈ ആക്സിൻ്റെ ഇത് ടോപ്പ് ഭാഗം എടുത്ത് വീശ. അത് പ്രശ്നമാകുമോ? ഇല്ല അതൊന്നും കുഴപ്പമില്ല. എല്ലാം പോയിട്ട് വേണം നമുക്കിതെല്ലാം തുറന്ന് എല്ലാ ബാക്കി പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഈ ഡ്രോയർ എന്താണ്? ഒരു ഫിഷർമാൻ ആണെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് എന്തോ പിടിക്കുകയാണ് ഗീസ്. മിക്കവാറും നമ്മുടെ ഫിഷർമാൻ മീനാണല്ലോ ഗീസ് പിടിക്കുന്നത്, അതായിരിക്കും ഗീസ്. അപ്പോൾ ക്ലൗഡൊക്കെ പോയി, ഫയർ ഒക്കെ ആയി, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് ഗീസ് ഇതിൽ. ഓക്കെ, ഇതിൽ കുറച്ച് ഷേപ്പ് ഉണ്ടല്ലോ ഗീസ്. ഫയർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഗീസ്. നമ്മുടെ ഐസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റെഡ് ഐസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ റെഡി ആക്കിയിട്ടത്. ഇവിടെ സൈഡിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളെല്ലായിടത്തും വെള്ളമൊക്കെ പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ട്. എന്താണ്? മെറ്റൽ ഹാൻഡിൽ ഗീസ്. ഇത് മിക്കവാറും നമുക്ക് നമ്മുടെ ഈ കിണറിൽ വെക്കാണ്ടായിരിക്കും ഗീസ്. നമ്മൾ ഇത്തിരി മുമ്പ് പോയി നോക്കിയപ്പോഴേ അവിടെ ഈ ഹാൻഡിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്കിപ്പോൾ സെറ്റ് ചെയ്യായിരിക്കും. ഓക്കെ, മെറ്റൽ വെച്ച് വലിച്ചെടുക്കുന്നു ഗീസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. ആർക്കും വേണ്ടാത്തൊരു കയർ ഗീസ്. ആർക്കും വേണ്ടാത്തൊരു കയറാണ് ഗീസ് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് തുറന്ന് പോകും ഗീസ്. ഇതിന് നമ്മളൊരു മോളിലൊരു പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, മൺചട്ടി. അപ്പോൾ അത് നമുക്ക് ഈ ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റും ഗീസ്, ഈ ഒരു ആക്സ് വെച്ച്. ഓക്കെ ഗീസ്, അത് നല്ലൊരു പരിപാടിയാണ് ഗീസ്. നമുക്ക് മാഗ്നറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഉണത്തി ലൈറ്റ് അങ്ങ് ഉണച്ചേക്കാം. ഓക്കെ, മിക്കവാറും ഈ ഒരു മാഗ്നറ്റ് നമ്മൾ നമ്മുടെ വെല്ലിൻ്റെ അകത്തോട്ട് ഇടണമായിരിക്കും. അതായത് നമ്മുടെ കിണറിൻ്റെ അകത്തോട്ട് ഈ ഒരു മാഗ്നറ്റ്. ഓക്കെ, മാഗ്നറ്റ് അത് തന്നെയാണ് ഈ കളി. മാഗ്നറ്റ് അകത്തോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചെടുക്കാം. ഈ മിക്കവാറും ഇപ്പോൾ ഒരു കീ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മിക്കവാറും അത് നമ്മുടെ മുകളിലത്തെ സൂട്ട്കേസ് അതിൻ്റെ ഒരു പരിപാടിയായിരിക്കും. നോക്കാം നമുക്ക്. ഇവിടെ എവിടെയല്ലേ? അതാണ്ട പെട്ടിയിനകത്തുനിന്ന് നമുക്ക് എന്താണ് കയർ ഗീസ്. ഒന്നും നടന്നില്ലെങ്കിൽ തൂങ്ങി ചാകാൻ വേണ്ടി ഒരു കയർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗെയിം ഉണ്ടാക്കിയാൽ അറിയാം ഇതെങ്ങനെ പോയാലും നമ്മൾ ചാവുമെന്ന്. ഓക്കെ, എന്താണ് പരിപാടി? ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഗീസ് നമ്മൾ ഇത്തിരി മുമ്പ് ഇവിടെ വന്നിട്ടുള്ളപ്പം നമ്മുടെ അവിടെ കാണിച്ചിരുന്നു ഗീസ് നല്ലൊരു സ്ഥലമാണ് ഒളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരിക്കും ഇപ്പോഴത്തെ പരിപാടി. നമുക്ക് അവിടെ ഒളിച്ചിരിക്കുന്നത് ഗീസ്. എന്നിട്ട് ഈ മുകളിലോട്ട് കയറി പോകുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗീസ്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലുണ്ടല്ലോ ഗീസ്, ഈ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ കാണില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. വേറെ ഒരു കുഴപ്പമില്ല ഗീസ്. ഓക്കെ, നമ്മുടെ അണ്ണനിപ്പോൾ കയറി വരും ഷട്ടാപ്പെന്നൊക്കെ വിളിച്ചിട്ട്. ഓക്കെ, അതാ വിളിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഗീസ് പരിപാടി. അവൻ ആറ്റിക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ അവനെ അവിടെ കൂട്ടിയിടണം ഗീസ്. അതാണ് ശരിക്കുള്ള പരിപാടി. ഓക്കെ, നമ്മൾ ഹൈഡ് ആൻഡ് സീറ്റ് കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. കണ്ട് ഈസവൻ കണ്ട് എന്നെ കണ്ട് പിടിച്ചടാ. എടാ അതെന്തായിരുന്നു അങ്ങനെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം ഗീസ്. എഴുതി കാണിക്കുന്നുണ്ട് സോസേജ് ഒന്നും എടുത്ത് തിന്നല്ലെന്ന്. ഓക്കെ, ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഒന്നേന്ന് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നൊരു കടി കൊള്ളാണ്ട് കടിച്ച് നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, ഇതുവരെ കണ്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ഇപ്പം ഈ സപ്പോർട്ട് ഭയങ്കര കുറവാണ് ഗീസ്. എന്നാലേ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി തോന്നുള്ളൂ ഗീസ്. ഓക്കെ, അപ്പോൾ ഈ ഇത് കാണുന്നവരെല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ ഒന്നും താണ്ട പിന്നെ വരുന്നുണ്ട്. പ്രാവശ്യം നമ്മൾ പിടിക്കാൻ വരുന്നത് അതാണ് എൻ്റെ ഒരു. ഹൈഡ് ആൻഡ് സീറ്റ് കളിക്കുകയാണ്. മൊത്തം കയറിയിട്ടേ ഇനി നമുക്ക് പോകുന്നു. എഴുതിയൊക്കെ കാണിച്ചിട്ടുണ്ട്.
നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. കാലൊന്നും പോവാനുള്ളതാണ്. അപ്പൊ എന്നെ വിടറോ? എന്തായാലും ഓപ്പൺ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നില്ല. അതൊക്കെ പറ്റൂല. എന്താണ് പരിപാടി? പിന്നെയും പിടിച്ചാ വരുന്നില്ല. നമുക്ക് തൊട്ട രക്ഷിക്കാം കേസ്. രക്ഷിക്കണമെന്നുണ്ട് കേസ്. നമ്മുടെ അണ്ണൻ വരുന്നില്ല. നമുക്ക് അകത്തോട്ട് തന്നെ പോയി എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കാൻ പറ്റുമോ നോക്കാം. ഇതുവഴി ഓപ്പൺ ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ ഇതുവഴി അല്ല കേസ്. ഇവിടെ ഇല കേസ് അവൻ പൊട്ടിച്ച് കേസ്. അയ്യോ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കേസ്. അപ്പം എല്ലാവർക്കും ബൈ.